സ്പോട്ട് ലൈവ് തുടരുന്നു. സുരേഷ് ഗോപിയുടെ തെരഞ്ഞെടുപ്പ് ചോദ്യം ചെയ്യുള്ള ഹർജി ഹൈക്കോടതി തള്ളി. തൃശ്ശൂരിലെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിരുന്ന ജോഷി വില്ലടം നൽകിയ ഹർജിയാണ് തള്ളിയത്. ഹർജി നിലനിൽക്കില്ലെന്ന സുരേഷ് ഗോപിയുടെ വാദം കോടതി അംഗീകരിക്കുകയായിരുന്നു. വിവരങ്ങളുമായി ആജ്ഞ രവീന്ദ്രൻ ചേരുന്നു. ആജ്ഞ, നേരത്തെ സുരേഷ് ഗോപിയുടെ ലോക്സഭാ അംഗത്വം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് AIYF നേതാവ് നൽകിയ ഹർജി കോടതി ഫയലിൽ സ്വീകരിച്ചിരുന്നു. സുരേഷ് ഗോപിക്ക് വലിയ തിരിച്ചടിയായിരുന്നു. അതായത് 6 ദിവസം മുമ്പ് കോടതിയിൽ നിന്നുണ്ടായതെങ്കിൽ ഇപ്പോൾ ആശ്വാസകരമായിട്ടുള്ള നടപടി എന്താണെന്ന് ഹൈക്കോടതിയിൽ സംഭവിച്ചത്? ടോം, ഇത് രണ്ടും 2 ഹർജികളാണ്. നേരത്തെ AIYFന്റെ നേതാവ്, തൃശ്ശൂരിലെ ജില്ലാ നേതാവ് നൽകിയിരിക്കുന്ന ഹർജി അനുസരിച്ചിട്ട് സുരേഷ് ഗോപി മതചിഹ്നങ്ങൾ ഉപയോഗിച്ചും മതം പ്രചാരണ ആയുധമാക്കിയിട്ടുമാണ് തെരഞ്ഞെടുപ്പിനെ നേരിട്ടത് എന്നുള്ളതാണ്. മാത്രമല്ല, പ്രധാനമായ AP അബ്ദുള്ളക്കുട്ടി തൃശ്ശൂരെത്തിയപ്പോൾ ശ്രീരാമ ഭഗവാന്റെ നാമത്തിൽ സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്യണമെന്നായിരുന്നു അന്ന് ആവശ്യപ്പെട്ടിരുന്നത്. ഈ 2 കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് പ്രധാനമായിട്ടും മതചിഹ്നങ്ങൾ പ്രചരിപ്പിച്ചു, പ്രചാരണത്തിന് ഉപയോഗിച്ചു, അതുപോലെ മതം പ്രധാന പ്രചാരണ ആയുധമാക്കി, ഹിന്ദുത്വം പ്രധാന പ്രചാരണ ആയുധമാക്കി തുടങ്ങിയ കാര്യങ്ങൾ ഉന്നയിച്ചിട്ടായിരുന്നു ആ ഹർജി ഉണ്ടായിരുന്നത്. അത് ഹർജി കോടതി ഫയലിൽ സ്വീകരിച്ചിട്ടുണ്ട്. ആ ഹർജിയിൽ കോടതി ഇത് നിസ്സാരമായി തള്ളിക്കളയേണ്ടതല്ല. സുരേഷ് ഗോപി AIYFന്റെ നേതാവിൻ്റെ ഹർജി, അതായത് പരാതിയിൽ വിചാരണ നേരിടുക തന്നെ വേണമെന്നാണ് ആവശ്യപ്പെട്ടത്. പക്ഷേ ഇത് തൃശ്ശൂരിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സുരേഷ് ഗോപിയുടെ തെരഞ്ഞെടുപ്പ് ചോദ്യം ചെയ്തുകൊണ്ടുള്ള ഹർജിയാണ്. ഈ ഹർജിയിൽ തൃശ്ശൂരിലെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിരുന്ന ജോഷി വില്ലടം എന്ന് പറയുന്ന ആൾ നൽകിയിരിക്കുന്ന ഹർജിയാണ്. തൃശ്ശൂരിൽ നിന്നുള്ള സുരേഷ് ഗോപിയുടെ തെരഞ്ഞെടുപ്പ് ചോദ്യം കൊണ്ട് കോടതിയിലെത്തിയിരിക്കുന്ന ഹർജിയാണ് ഇപ്പോൾ ഹൈക്കോടതി തള്ളിയിരിക്കുന്നത്. ഹർജി നിലനിൽക്കില്ല എന്നുള്ള സുരേഷ് ഗോപിയുടെ മറുപടിയിൽ ആണ്, ആ വാദം അംഗീകരിച്ചുകൊണ്ടാണ് ഹൈക്കോടതി നിലവിൽ സുരേഷ് ഗോപിയുടെ ഹർജി, അതായത് സുരേഷ് ഗോപിക്കെതിരായ ഹർജി തള്ളുന്ന നിലപാടിലേക്ക് തീർന്നത്. തീർത്തും രണ്ടാമത്തെ വിവരങ്ങൾ നൽകിയത്. സുരേഷ് ഗോപിയുടെ തെരഞ്ഞെടുപ്പ് ചോദ്യം ചെയ്യുള്ള ഹർജി, അതായത് തൃശ്ശൂരിലെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിരുന്ന ജോഷി വില്ലടം നൽകിയ ഹർജിയാണ് തള്ളിയിരിക്കുന്നത്. എന്നാൽ AIYF നേതാവ് നേരത്തെ സമർപ്പിച്ച ഹർജി നിലനിൽക്കുന്നുണ്ട്. സ്പോട്ട് ലൈവ് പൂർണ്ണമാവുന്നു. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.